ഇന്ന് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ മീൻ കറിയായ പുയാപ്പിളയാണ് വെക്കുന്നത്. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിലേക്കുള്ള ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ മുളക് പൊടിയും പുരട്ടി വെക്കാം. അപ്പോൾ പുയാപ്പിള എന്ന് പറയുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിൽ മഞ്ഞക്കറ്റില എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സുൽത്താൻ ഇബ്രാഹിം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വലിയ മീനാണ് കിട്ടിയത്, അധികം ചെറുതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും അതുപോലെ മോരും ചേർത്തിട്ട് അരച്ചതാണ്. കുറച്ച് നല്ല പുളിയുള്ള മോരാണ് ചേർത്ത് അരച്ചത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള തേങ്ങ അരച്ച മീൻ കറിയാണ് കണ്ണൂർക്കാരുടേത്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മീൻ വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്താൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ചോറിനും പുട്ടിനും ദോശക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ.